മേഘ, വയനാട് കള്ളടിയിലുണ്ടായ ഈ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ രാഷ്ട്രീയം പറയണ്ട എന്ന് പറഞ്ഞാണ് നമ്മൾ ആദ്യം തൊട്ട് ചർച്ച തുടങ്ങിയത്. പക്ഷേ സ്വന്തം വീഴ്ചകൾ മറച്ചു വയ്ക്കാനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ഈ ഒരു പാർട്ടി അതായത് സർക്കാരിലേക്ക് കുറ്റം ചാർത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ശരിക്കും ഈ ഒരു രാഷ്ട്രീയ പോരിനുള്ള ഒരു ആയുധമാക്കി മാറ്റേണ്ടതുണ്ടോ ഈ ഒരു കള്ളടിപ്പാറയിലെ ഈ ഒരു മണ്ണിടിച്ചിൽ? ഏതൊരു ദുരന്തം സംഭവിച്ചാലും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണെങ്കിൽ അങ്ങനെ, അതിനുശേഷമുള്ള പുനരധിവാസമാണെങ്കിൽ അങ്ങനെ, എന്ത് തന്നെയായാലും സർക്കാരിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമായത് മാറുകയാണ്. ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് ഏത് പാർട്ടിയാണോ അല്ലെങ്കിൽ മുന്നണിയാണോ അത് അവരുടെ PR വർക്കിന്റെ ഭാഗമാക്കി മാറ്റരുത് എന്നുള്ളതാണ് ബേസിക്കലി പറയാനുള്ളത്. ഇപ്പോൾ കള്ളാടിയിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു, സർക്കാർ അവിടെ ഒരു പ്രവർത്തനം നടത്തുന്നു, അതിൻ്റെ സൈഡിൽ കൂടി ഏതൊരു പാർട്ടിക്കാണെങ്കിലും, ഇപ്പോൾ SFIക്കാണെങ്കിലും CPMനാണെങ്കിലും DYFIക്കാണെങ്കിലും യുവമോർച്ചയ്ക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത്. നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു, ഗുഡ്, നല്ല കാര്യം, അതിൽ ഇനി രാഷ്ട്രീയം കലർത്താൻ നിൽക്കരുത്. ഇപ്പോൾ ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനമാണ് സർക്കാർ ഈ ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ആരാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ളത്? ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, അതിന് തെളിവുകളുണ്ടെങ്കിൽ തെറ്റാണ്. ഇപ്പോൾ ഏതൊരു ദുരന്തമാണെങ്കിലും എല്ലാ കാലത്തും നമ്മൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് സർക്കാർ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു. അത് സർക്കാരിൻ്റെ മാത്രം മിടുക്കായിട്ട് ഒരിക്കലും പറയാൻ കഴിയില്ല. അതിനായി കൈകോർത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. രാഷ്ട്രീയം മറക്കുന്ന, ജാതിയും മതവും ലിംഗവും ഒക്കെ മറന്ന് കൂടെ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും ഒരു ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് ആര് നിയന്ത്രിച്ചു എന്ന് പറയും? സർക്കാർ ഇതിനെ ഏറ്റെടുത്തു എന്ന് പറയും, ഇടത് സർക്കാർ ചേർത്ത് നിർത്തി എന്ന് പറയും. ഇപ്പോൾ പ്രളയം വന്നപ്പോൾ, ഓഖി വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ എല്ലാം എന്താണ് നമ്മൾ കണ്ടത്? ഇടതുപക്ഷം ഇതിനെ ചേർത്ത് നിർത്തി. ഇപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പോലും ഈ ദുരന്തങ്ങളെ നേരിട്ടതാണ്. നല്ലൊരു കാര്യമാണ് ദുരന്തങ്ങളെ നന്നായി ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ് മാനേജർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകും ഈ ഒരു സർക്കാർ. അതെ, തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയം കലർത്താതിരിക്കുകയല്ലേ. ഇപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യുന്നതിലൊരു കുഴപ്പവുമില്ല, പക്ഷെ അത് കൃത്യമായ പഠനം നടത്തി ചെയ്യുമെന്ന് പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനാണ്. 1 വർഷത്തെ പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാക്കുന്നു, അതിനുശേഷം റിപ്പോർട്ട് കിട്ടുന്നു. എന്നാൽ പോലും അവിടെ ഈ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൃത്യമായ നടപടികൾ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു VD സതീശനൊക്കെ ഇത് 2 വർഷം മുൻപ് അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷം ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ പറ്റി ആലോചിച്ച ശേഷം ഉത്തരം പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയായാലും പഠനങ്ങൾ കൃത്യമായി നടത്തണമായിരുന്നു. ഇപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് നടന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ടുണ്ട്. വെസ്റ്റേൺ ഗാറ്റ്സിന് എവിടെ ഒരു ഇളക്കം തട്ടിയാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി ഒരു ഗ്രാഹ്യം നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അത് നമ്മൾ പഠിക്കാതെ ചെയ്തതിന്റെ ഭാഗമാണ് ഈ പറയുന്നതല്ല. ഇനി MLA വന്ന് അല്ലെങ്കിൽ മന്ത്രിമാർ വന്ന് പറയുകയാണ് അവിടെ മണ്ണ് കൂട്ടിയിട്ടത് കൊണ്ടാണ് സംഭവം ഉണ്ടായത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ദുരന്തമുണ്ടായി. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കണം. അത് മന്ത്രിയോ MLA അല്ലെങ്കിൽ അവിടുത്തെ IAS കളക്ടർമാരോ ആരെങ്കിലും വന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പഠനത്തിൽ മനസ്സിലാക്കിയത് ഇതിന് മുകളിൽ മണ്ണ് കൂട്ടിയിട്ടപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു, അങ്ങനെ ഇത് ഇടിഞ്ഞ് താഴേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രൈമറി സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതാണ് T സിദ്ദീഖ് MLA എന്ന് പറയുന്നതും. അതിനുശേഷം ഇത് മനുഷ്യനിർമ്മിത ദുരന്തമല്ല, സാധാ പ്രകൃതി ദുരന്തമാണെന്നുള്ളത് പറയുന്നു. ഇതിനെപ്പറ്റി സമഗ്രമായൊരു പഠനം നടത്തേണ്ട അത്യാവശ്യമുണ്ട്. പിന്നെ ഓൺ എ ബേസിക് ലെവൽ ഈ പറഞ്ഞ മന്ത്രിമാരായാലും MLA വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിൽ പഠനം ഉണ്ടാകണം. ഇപ്പോൾ ഞാനോ ആഷിക്കോ ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരായിരിക്കുമ്പോൾ പോലും ഈ പറയുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം വിളിച്ചു പറയാൻ പറ്റില്ല. നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ വന്നിട്ട് അഥവാ മേളിൽ നിന്നൊരു പടക്കം പൊട്ടിച്ചോണ്ടാ വന്നേന്ന് സാധാരണക്കാരന് പറയാം. ഈ പറഞ്ഞ ക്രെഡിബിലിറ്റിയുടെ ഒരു വശം അവിടെ വരുന്നില്ല. കാരണം അദ്ദേഹം ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പൊ മാധ്യമപ്രവർത്തകരാണെങ്കിലും ഈ പറഞ്ഞ ഒഫീഷ്യൽസ് ആണെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി കൃത്യമായ പഠനത്തിന് ശേഷമായിരിക്കണം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നടത്താൻ. അതോടൊപ്പം ഇതിന്റെ പാരലലി പലതും നടക്കുന്നുണ്ട്. എന്തിനാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്?
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചില്ല. നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനമായിരിക്കണം. ഇപ്പോഴും അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീർപ്പൊന്നും വന്നിട്ടില്ല. എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളൊരു സ്റ്റേജ് എത്തിയിട്ടില്ല. പലരും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും തമ്മിലടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് പുനരധിവാസം, ആ ഒരു നഷ്ടപ്പെട്ട കുടുംബത്തിന് എന്തെങ്കിലും ഒരു സഹായം, ഇതെല്ലാം ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ തളർത്തുക എന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ലേഖനമാണ് ഇന്ന് ഈ വന്നിരിക്കുന്നത്, ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത് തന്നെ. ഇതിനു മുമ്പ്, അതായത് 2 വർഷം മുമ്പുള്ള ജൂലൈയിൽ ഇതുപോലെ മുണ്ടക്കയിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല അറിയായിരിക്കുമല്ലോ. അതേ സമയത്ത് നിങ്ങളെ ഇത് രക്ഷാപ്രവർത്തനം ശരിയല്ല, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് ഒരാളും ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇത് നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കടമ ആയി കണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനും എല്ലാ നടപടിക്കും ഓടി നടന്ന ജനപ്രതിനിധികളും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും MLA മാരും എല്ലാവരുമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ സഭയ്ക്കുള്ളിലുള്ളത്. അതെ, ഇപ്പോൾ ഒരു സർക്കാരും ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല. ഇപ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണെങ്കിലും ഏത് പോയിന്റ് ആണെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മളത് എവിടെ പോയിന്റ് ചെയ്യണം, എപ്പോൾ അത് പ്ലേസ് ചെയ്യണം എന്നതിനെ പറ്റി ഒരു ധാർമ്മിക ബോധം ഉണ്ടാകണം. ഇപ്പോൾ ഒരു മരണവീടാണ്, ഒരു മരണവീട്ടിൽ പോയി അവിടെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു MLA അടുത്ത് നിങ്ങളത് ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് പറയുന്നതിനൊരു ഔചിത്യക്കുറവുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഈ ഒരു പോയിന്റിൽ വിമർശിച്ചതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ നമ്മളുടെ സർക്കാരുകൾക്കും അതുപോലെ തന്നെ MLA മാർക്കും ഒരു ബോധ്യമുണ്ടാകണം, ഇത് കഴിഞ്ഞ് നാളെ ഒരു ദിവസം ഞാൻ വിമർശിക്കപ്പെടും, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ചെയ്യാത്തത് എന്നതിനെ പറ്റി വിമർശനമുണ്ടാകും. അതുതന്നെയാണ് നമ്മൾ ഏതൊരു MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും ഈ ഒഫീഷ്യൽസിനെ എലക്ട് ചെയ്ത് വിടുമ്പോൾ അവർക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ഈ പറഞ്ഞ നാട്ടുകാർ നോക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട പേര് T സിദ്ദിഖിന്റെ തന്നെ ആയിരുന്നില്ലേ? ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്ന ആളുടെ പേരും അത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വയനാട് ജനതയ്ക്കുണ്ട്. അത് തന്നെയാണ് അവിടെയുള്ള ജനത അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും. പിന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതിനൊരു കാലാവധിയുണ്ട്, ഒരു സമയത്തിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കപ്പെടണം. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഇപ്പോൾ അധികാരത്തിൽ ഒന്ന് 1 മാസമല്ലേ ആയുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തമോ ആയിക്കോട്ടെ, അതിനെ നേരിടാൻ ആ ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഒരു നല്ലൊരു സർക്കാരിനെ ഉണ്ടാക്കുന്നതും. ഞാൻ ഒരു കാര്യം ചോദിക്കാം, അതായത് ഈ 2023 സാമൂഹികാഘാത പഠനം നടത്തി അതിനുശേഷം 1 വർഷത്തോളം പഠനം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കഴിഞ്ഞ സർക്കാർ പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇതുപോലൊരു തടസ്സം അല്ലെങ്കിൽ ദുരന്തം നിങ്ങൾ മുൻകൂട്ടി കണ്ടില്ല എന്ന് അങ്ങോട്ട് ചോദിച്ചാൽ എന്തായിരിക്കും അവർക്ക് മറുപടി ഉണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ പറഞ്ഞ ദുരന്തത്തിന് ശേഷം മാത്രം വരുന്ന മുന്നറിയിപ്പ് മെസ്സേജുകൾ, മുന്നറിയിപ്പ് സൈറനുകൾ. ഇതിനിടയ്ക്ക് കേട്ടൊരു കാര്യമാണ്, ഇതിനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഈ മുന്നറിയിപ്പ് എന്തുകൊണ്ട് മനുഷ്യരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇത് എത്തുന്നില്ല എന്നുള്ള ചോദ്യവും വാലിഡാണ്. ഇതിനൊരു മാറ്റം എന്നുണ്ടാകും. അപ്പോൾ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്ന സാധനം ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ആൾക്കാർക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാനാണ്, അല്ലെങ്കിൽ മലയുടെ മുകളിൽ പൊട്ടിയൊലിച്ച് തുടങ്ങുമ്പോഴല്ല ഇത് അറിയേണ്ടത്. ഇത് 2018 ഡാം തുറന്നു വിട്ടതിന് ശേഷം ഈ ഒരു നദികളുടെ അല്ലെങ്കിൽ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊരു അറിയിപ്പ് കൊടുത്ത പോലെയായി. 2018 ദുരന്തം വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ അതിനെ സമയമുള്ളൂ. അതും കൂടി ഒന്ന് ആലോചിക്കണം, ഈ ഒരു പാർട്ടി ആലോചിക്കേണ്ടതുണ്ട്. അതെ, ബേസിക്കലി നമ്മൾ പറയുന്നത് ഈ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. നമ്മൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് ദുരന്തം മാനേജ് ചെയ്യാൻ പറ്റുമോ അത്രയും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുക. ഇതിനുശേഷം വിമർശിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് പോയ ജീവനുകളോ അല്ലെങ്കിൽ പോയ ആ ഗോൾഡൻ അവേഴ്സോ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കുക, ഇനിയെങ്കിലും മാറ്റം കൊണ്ടുവരാം. ഈ പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് എന്തുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ട് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല, അതുപോലെ ഈ പഠനങ്ങളുടെ ക്രെഡിബിലിറ്റി എത്രത്തോളമാണ്, ഈ പഠനങ്ങൾ എത്രത്തോളം വിശ്വസിക്കാം എന്നതിനെ പറ്റിയും കൃത്യമായ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു.